അപ്പൊ ഓഡിയൻസ് മനസ്സിലായി. പിന്നെ ഇപ്പൊ ഈ ഭാഗത്ത് ഇപ്പൊ അവസാനം പറഞ്ഞ മറുപടിയില് ഈ ശിർക്ക് ചെയ്യുന്ന ഇമാമിന്റെ നിസ്കാരം ചെയ്യാവൂല. അതാണ് ഈ ചോദ്യത്തിൽ നിന്ന് ചെറിയ അപാകതയുണ്ട്. കാരണം ശിർക്ക് ചെയ്യുന്ന ഇമാമിന് നിസ്കാരം ശരിയായെങ്കിലല്ലേ പ്രതിഫലം കിട്ടുന്നത്. ഈ ചോദ്യം എന്ന ഒരു ശരിയായ ചോദ്യം എല്ലാം എന്റെ അഭിപ്രായം. കാരണം നിസ്കാരം ഒന്നും ചെയ്യാം, പിന്നെ അങ്ങനെ പ്രതിഫലം കിട്ടാൻ ശിർക്ക് ചെയ്യുന്നവരോട് നിസ്കാരം ചെയ്യാവൂലല്ലോ. അതുകൊണ്ട് ഈ ഇതിലൊട്ടേക്ക് അവസാനിപ്പിക്കുക. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. അപ്പൊ അടുത്ത ചോദ്യം മുജാഹിദ് വിഭാഗം പണിയതാണ് ചോദ്യം. വാപ്പ മൗലൂദുകളും അദ്ദാദുകളും പോലെയുള്ളവർ ചൊല്ലുന്നത് വഴി ശിർക്ക് ആരോപിക്കപ്പെടുന്ന മക്കൾ വാപ്പാന്റെ സ്വത്തുക്കളോ സമ്പത്തുകളോ അനുഭവിച്ചു വരുന്നുണ്ടെങ്കിൽ അത് ശറയിൽ അനുവദനീയമാണോ? അനുവദനീയമാണ് എന്നാണ് ഞങ്ങളുടെ ഉത്തരം. അത്രയും കുറ്റം പറയാം. വാപ്പ മൗലൂദുകളും അദ്ദാദുകളും പോലെയുള്ളവ ചെല്ലുന്നത് വഴി ശിർക്ക് ആരോപിക്കപ്പെടുന്ന മക്കൾ വാപ്പാന്റെ സ്വത്തുക്കളോ സമ്പത്തുക്കളോ അനുഭവിച്ചു വരുന്നുണ്ടെങ്കിൽ അത് ശറയിൽ അനുവദനീയമാണോ എന്നാണ്. അനുവദനീയമാണ് എന്ന് മൗലവി പറഞ്ഞത് ഏത് മാനദണ്ഡത്തിലാണെന്ന് എനിക്കറിയില്ല. സാമാന്യ ബുദ്ധി പോലും അംഗീകരിക്കും. അത് മൗലൂദ് നടത്തുന്നവൻ മൗലൂദിൽ നടത്തി തീർക്കേണ്ടി എന്നാണ് മുജാഹിദിന്റെ വാദം. മൗലൂദിൽ നിറയെ തീർച്ചാണ് എന്നാണ് മുജാഹിദിന്റെ വാദം. ഇനി അല്ലെങ്കിൽ തന്നെ മൗലൂദ് ആചരിക്കലും അതൊക്കെ അനാചാരമാണ്, വിദേഹമാണ് എന്നാണ് വാദം. അതിൽ തന്നെ യാബിക്കൽ മുസ്തഫ ബല്ലുമക്കാസുകളാണ് തുടങ്ങിയിട്ടുള്ളത്. ഇങ്ങനെ തുടങ്ങി അള്ളാഹുവിന്റെ റസൂലിനോട് നേരിട്ട് സഹായം ചോദിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇടയാളനാക്കി നിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുക. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ തെറ്റ് ഒരുപാട് ചെയ്യുന്ന നബിയെ അങ്ങയോട് ഞാൻ ആവലാതി ബോധിപ്പിക്കുന്നു എന്ന് മരിച്ച നബിയോട് പറയുന്ന മൗലൂദ്. ആ മൗലൂദ് ഓർന്ന വാപ്പ, ആ വാപ്പാന്റെ സ്വത്ത് വാപ്പ മുസ്ലിക്കാണെന്ന് വിശ്വസിക്കുകയും വാപ്പയെ കൊല്ലം നിർബന്ധമാണെന്ന് വിശ്വസിക്കുകയും വാപ്പ കാമറാണെന്ന് 1000 കുലശക്തിയോട് ആണെഴുതുകയും ചെയ്യുന്ന ഈ മുജാഹിദ് മക്കൾക്ക് സ്വത്ത് അനുഭവിക്കാൻ പറ്റും. അത് നേരത്തെ ഋഷിമാമിന്റെ പക്ഷമാണ്. 1000 മക്കൾ യാതൊരു മണിക്കണം മുഷാക്കാർക്ക് ഓർക്കുന്ന ഇറച്ചി തിന്നാം എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഈ വാപ്പാന്റെ സ്വത്ത് അനുഭവിക്കാമെന്ന് പറയുന്നത്. സാമാന്യ മര്യാദ ഒന്നാം ഉപ്പ അങ്ങനെ ഏതാനും മുസ്ലിക്കാണ്, നിങ്ങളെ കുത്തിരിക്ക് വേണ്ട, എനിക്ക് വേണ്ടത് ഞാൻ സമ്പാദിച്ചോളാം എന്ന് പറയാനുള്ള ആനന്ദം. പക്ഷെ അത് പറയാനുള്ള അതായത് കിട്ടുന്നതൊന്നും ഒരു മുടക്കൂല. അത് ചെയ്യണം. മുസ്ലിക്കുന്നതാണെങ്കിലും ശരി, കാഫിറിൻ്റെതാണെങ്കിലും ശരി, ഇനി ആരായാലും കുഴപ്പമില്ല. ഇങ്ങോട്ട് കിട്ടണമൊക്കെ അത് ആരായാലും ഒരു സ്വീകരിക്കും. നോക്കുക എത്ര ലാഭത്തോടെയാണ് ആ സുഹൃത്ത് മറുപടി പറഞ്ഞത് അനുവദനീയമാകും. ആളുകളുടെ ഹദ്ദാനവാസിയെന്ന അതുപോലെ ഒരു തോന്നുന്ന ഇതിനൊക്കെ ചുരുക്കുന്നതാണ് വാദം. ഈ ചുരുക്കുകൾ മൊത്തവും ചെയ്യുന്ന വാപ്പ അയാളെ മുസ്ലിക്കാണ്, അയാളെ കൊല്ലൽ നിർബന്ധമാണ് എന്നൊക്കെ വാദിക്കുന്ന മുജാഹിദിന് വാപ്പാട് സ്വത്ത് തിന്നാം. ഇത് സാമാന്യ ബുദ്ധി അംഗീകരിക്കുന്നുണ്ട്, സാമാന്യ മര്യാദ അംഗീകരിക്കുന്നുണ്ട്. അടുത്തോടെ ഇവിടെ ചോദ്യം വാപ്പ മൗലൂദുകളും അദ്ദാദുകളും പോലെയുള്ളവർ ചെയ്യുന്നത് വഴി ശിർക്ക് ആരോപിക്കപ്പെടുന്ന മക്കൾ വാപ്പാന്റെ സ്വത്തുക്കളോ സമ്പത്തുകളോ അനുഭവിച്ചു വരുന്നുണ്ടെങ്കിൽ അത് ശറയിൽ അനുവദനീയമാണ്. അത് അനുവദനീയമാണ് എന്ന് ഞാൻ എന്റെ അഭിപ്രായത്തിൽ പറഞ്ഞതല്ല. ഇവിടെയുള്ള മുജാഹിദ് മക്കളുടെ പിതാക്കൾ എല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നത് അംഗീകരിക്കുന്നവരാണ്. അവര് സ്വാഭാവികമായ അബദ്ധങ്ങളും പോരായ്മകളും സംഭവിച്ചിരിക്കാം. എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹയും മുഹമ്മദ് റസൂലുള്ളാഹിയും അംഗീകരിക്കാത്ത രക്ഷിതാക്കളുടെ സഹായവും സമ്പത്തും സ്വീകരിച്ച പാരമ്പര്യം റസൂലുള്ളാഹിക്കുണ്ട്. അതിനെ തുടരാൻ എന്താണെന്നുള്ളത് സാധ്യമല്ല. റസൂലുള്ളാഹി ജനിച്ചു വരുമ്പോൾ പിതാവില്ലാ നിലയ്ക്കുകയാണ്. റസൂലുള്ളാഹിക്ക് സംരക്ഷണം കൊടുത്തിരുന്നവരിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചത് തിരു സഹോദരനാണ്, ഏളാപ്പ അല്ലെങ്കിൽ മുത്താപ്പ അബൂ താലിബ്. ആ അബൂ താലിബ് മരിക്കുന്നത് വരെയും അദ്ദേഹത്തെ റസൂലുള്ളാഹി ഹിദായത്തിലേക്ക് ക്ഷണിച്ചു. ആ അബൂ താലിബ് നൽകിയിരിക്കുന്ന എല്ലാ സഹായവും സ്വീകരിച്ചിട്ടുണ്ട്. ആ അബൂ താലിബിന്റെ ഏതെങ്കിലും ഒരു സഹായം ശിർക്കിന്റെയോ കുഫ്രിന്റെയോ പേര് പറഞ്ഞുകൊണ്ട് റസൂൽ തട്ടിക്കാണിട്ടില്ല, നിരാകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കാത്ത, മുഹമ്മദ് റസൂൽ അംഗീകരിക്കാത്ത, വാക്കിൽ പോലും അംഗീകരിച്ചിട്ടില്ലാത്ത ആ അബൂ ത്വാലിബിന്റെ സ്വത്തും സഹായങ്ങളും സഹകരണങ്ങളും സംരക്ഷണങ്ങളും പ്രവാചക തിരുമേനി അനുഭവിച്ച് മാതൃക കാണിച്ചുവെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്ന, മുഹമ്മദ് റസൂൽ അംഗീകരിക്കുന്ന പിതാക്കളുടെ സ്വത്ത് സ്വീകരിക്കാമെന്ന് തന്നെയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വാദം. അതാണ് എനിക്ക് പറഞ്ഞത്. ഇപ്പോ ആൾ
നേരത്തെ പറഞ്ഞത് ഇപ്പൊ പറഞ്ഞതിന് ഒരു അടിസ്ഥാന വിഷയം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാഫിറായ അമുസ്ലിമീങ്ങളായ സംരക്ഷകന്മാരുടെ സംരക്ഷണം സ്വീകരിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു അമുസ്ലിമിന്റെ സംരക്ഷണം സ്വീകരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അയാളൊരു സ്വത്ത് നമുക്ക് തന്നാൽ അത് സ്വീകരിക്കാൻ പാടില്ല എന്നൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഇസ്ലാമിന് വാദമല്ല, അങ്ങനെ ആരും വാദിക്കുകയില്ല. ഒരു അമുസ്ലിം നമുക്ക് 10 രൂപ തന്നു, അല്ലെങ്കിൽ ഒരു 10 സെന്റ് ഭൂമി നമ്മുടെ പേരിൽ രജിസ്റ്ററാക്കി തന്നു, അത് സ്വീകരിക്കാൻ പാടില്ല. ഇവിടെ തീർത്തും വൈകാരികമായ ഒരു പ്രശ്നമാണുള്ളത്. എന്താണത്? വാപ്പയെ ഈ മുജാഹിദായ മകൻ മുശ്രിക്കാണെന്ന് പറയുന്നു, അയാളെ കൊല്ല നിർബന്ധമാണെന്ന് പറയുന്നു. വാപ്പ മൗലൂദിന്റെ പേരിൽ ഇസ്തഖബത്തിന്റെ പേരിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി ഇയാൾ നന്നാക്കി പറയണ്ടേ? ശിർക്ക് ചെയ്താൽ പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രസക്തിയാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത് ശിർക്ക് ചെയ്യാതിരിക്കാനല്ലേ? പക്ഷെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു, എന്നിട്ടോ യാ ഉസൂ യാ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി 4000 പെട്ട അപ്പുറം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താ പ്രസക്തി? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇയാൾ ബാത്തിലാക്കുന്നു ഈ വാപ്പ. അതുപോലെ ഇസ്തഖബത്ത് നൽകുന്നു, ഈ വാപ്പ കാഫിറാകുന്നു, മുശ്രിക്കാകുന്നു. അപ്പൊ ഈ മുശ്രിക്കായ വാപ്പാന്റെ സ്വത്ത് അത് അനുഭവിക്കുന്നതിൽ ഒരു വൈകാരികമായ ധാർമ്മികമായ പ്രശ്നമുണ്ട്, മര്യാദയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം കൂടി ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഒരു കാഫിറിന്റെ സ്വത്ത് അനുഭവിച്ചതിനെ കുറിച്ചോ അല്ലെങ്കിൽ അനുഭവിക്കാൻ പാടുണ്ടോ എന്ന വിഷയത്തെക്കുറിച്ച് ഏതെങ്കിലും ഒരു കാഫിർ ഒരു 10 സെന്റ് ഭൂമി നമ്മുടെ പേരിൽ എടുത്തു തന്നാൽ നീ കാഫിറാണ്, അതുകൊണ്ട് സ്നേഹിക്കാൻ പറ്റില്ല എന്നല്ല ഇവിടെ അർത്ഥം. ഇവിടെ വാദിക്കുന്നത് എന്താണ്? മുസ്ലിമായിരുന്ന വാപ്പ, മുസ്ലിമായിരുന്ന വാപ്പ. ആ വാപ്പയെ കുറിച്ച് അവന്റെ നുപുപത്തിൽ അവന്റെ ബീജത്തിൽ ജന്മം കൊണ്ട ഈ പുത്രൻ പിന്നീട് പറയുന്നു, എന്ത്, എന്റെ വാപ്പ മൗലൂദ് എന്നതിന്റെ പേരിൽ മുശ്രിക്കാണ്. അങ്ങനെ പറയുന്ന വാപ്പാന്റെ സ്വത്ത് ഈ മകൻ അനുഭവിക്കുന്നതിൽ അതിന്റെ വിധി എന്താണ്? അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇതാണ് വിഷയം. എന്നല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് കുട്ടിക്കാലത്ത് അല്ലാഹുവിന്റെ റസൂല് കുട്ടിക്കാലത്ത് പിന്നെ അബൂ താലിബിന്റെയും അതുപോലെ തന്നെ മറ്റുള്ളവരുടെയും സംരക്ഷണം ഏറ്റെടുത്തിരുന്നു. അതുപോലെ ചർച്ചാ വിഷയങ്ങളാണ്. എന്ത് അബൂ താലിബ് എടുക്കണം? ഇവിടെ ഏതെങ്കിലും അബൂജാഹി നമുക്ക് 10 സെന്റ് ഭൂമി വന്നു, അല്ലെങ്കിൽ നമുക്ക് നേരത്തെ കഞ്ഞി വന്നു, അതൊന്നും സ്വീകരിക്കാൻ പാടില്ല എന്നിവിടെ ആരും വാദിച്ചിട്ടില്ല. മറിച്ച് ഇവിടെ ചോദിക്കുന്ന ഞാൻ മനസ്സിലാക്കുന്നത് ഈ ചോദ്യത്തിന് ഞങ്ങളത് എഴുതി ചോദ്യം, ഈ കുടുംബത്തിന്റെ ഉദ്ദേശം ഇവിടെ നേരത്തെ മുസ്ലിമായ വാപ്പ, ആ വാപ്പയിൽ ജനിച്ച മകൻ, ആ മകൻ പിന്നീട് മുജാഹിദാകുന്നു എന്നിട്ട് പറയുന്നു വാപ്പ കാഫിറാണ്. അങ്ങനെ കാഫിറായി പറയുന്ന ഈ വാപ്പാന്റെ സ്വത്ത് അനുഭവിക്കുന്നതിന്റെ മര്യാദ എന്താണ്? ഞാനിവിടെ പ്രമാണങ്ങളും കാര്യങ്ങളും പറയുന്നില്ല. സാമാന്യ നീതിയും സാമാന്യ മര്യാദയും സാമാന്യ ബുദ്ധിയും വെച്ചുകൊണ്ട് നോക്കിയാൽ ഇത് മര്യാദയല്ല എന്നേ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളൂ. അത്